ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പപ്പായയെക്കുറിച്ചുള്ള വീഡിയോ ആണ്. പപ്പായയും പപ്പായയുടെ ഇലയും കുറിച്ചുള്ള സവിശേഷതകളും ഗുണങ്ങളും. അപ്പോൾ നാട്ടിൻപുറങ്ങളിലൊക്കെ വീട്ടുമുറ്റങ്ങളിൽ സുലഭമാണ് പപ്പായ. പല പേരുകളിൽ ഈ പപ്പായ അറിയപ്പെടുന്നുണ്ട്. ഓരോ സ്ഥലത്ത് ഓരോ പേരിലുമാണ് ഈ പപ്പായ അറിയപ്പെടുന്നത്. പപ്പായ, കറുമൂസ, കപ്പയ്ക്ക എന്നിങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്നു. വിറ്റാമിനുകൾ, നാരുകൾ, മറ്റ് ധാതുക്കൾ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണിവ. പപ്പായയ്ക്കൊപ്പം തന്നെ ഗുണങ്ങൾ പപ്പായയുടെ ഇലയ്ക്കുമുണ്ടെന്ന് പലർക്കും അറിയില്ല. പപ്പായ ഇലയിട്ട വെള്ളവും ജ്യൂസും ഒക്കെ കുടിക്കുന്നവർ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. ചർമ്മത്തിന് ഇത് ഗുണം ചെയ്യും. പപ്പായ ഇലകൾ അരച്ചു പുരട്ടുന്നത് യുവത്വം നിലനിർത്തും. ഇത് ചുളിവുകളും നേർത്ത വരകളും കുറയ്ക്കും. ഇതിലെ പാപ്പെയിൻ എൻസൈം കൊളാജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. പപ്പായ ഇലകളിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സിയും ബീറ്റ കരോട്ടിനും ചർമ്മത്തിന് തിളക്കം നൽകുന്നതിന് സഹായിക്കും. കൂടാതെ ഇത് മുഖക്കുരുവിൻ്റെ പാടുകളും കരിവാളിപ്പും ഒക്കെ മാറ്റുന്നതിനും ചർമ്മത്തിൻ്റെ നിറം മെച്ചപ്പെടുത്തുന്നതിനും ഏറെ ഗുണകരമാണ്. മുഖകാന്തി വർദ്ധിപ്പിക്കാൻ പഴുത്ത പപ്പായ ഫേസ് പാക്കായി ഉപയോഗിക്കുന്നു. പപ്പായ ഇലകൾക്ക് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട്. ഇത് മുഖക്കുരു ഉണ്ടാകുന്ന ബാക്ടീരിയകളെ ചെറുക്കും, വീക്കം കുറയ്ക്കും. പപ്പായ ഇലകൾ അരച്ചിടുന്നത് മൃതചർമ്മ കോശങ്ങളെ പുറന്തള്ളുന്നതിന് സഹായിക്കും. ഇത് ചർമ്മത്തിൻ്റെ ഘടന മെച്ചപ്പെടുത്തും. ഇതുവഴി ചർമ്മത്തിലെ സുഷിരങ്ങൾ തുറക്കുകയും ചർമ്മം നല്ല ക്ലിയർ ആക്കാനും നല്ലൊരു തുടുപ്പ് നൽകാനുമായിട്ടിത് സഹായിക്കും. പപ്പായ ഇലകളിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളും ചർമ്മത്തെ ജലാംശമുള്ളതാക്കി നിലനിർത്തുന്നതിന് സഹായിക്കും. പപ്പായ ഇലകൾക്ക് വളരെ ശക്തമായ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്. ഇത് ചർമ്മത്തിൻ്റെ അസ്വസ്ഥതകൾ മാറ്റാൻ വളരെ ഫലപ്രദമായ ഒരു മാർഗമാണ്. അപ്പോൾ പപ്പായയെക്കുറിച്ചുള്ള ഈ വീഡിയോ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.